കോർട്ട് റൂം ഡ്രാമയായ നേര് സിനിമയുടെ റിലീസിന് പിന്നാലെ പ്രേക്ഷകർക്കും സിനിമയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ടീമിനും നന്ദി അറിയിച്ച് മോഹൻലാൽ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ വളരെ കഷ്ടപ്പെട്ടിരുന്നു എന്നും നേരിന് നൽകുന്ന എല്ലാ സ്നേഹത്തിനും സന്തോഷമുണ്ടെന്നും എല്ലാ നല്ല വാക്കുകൾക്കും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ടീമിനും ഒരുപാട് സ്നേഹവും നന്ദിയുമുണ്ടെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. തൻ്റെ ഫേസ്ബുക്ക്, എക്സ് അക്കൗണ്ടുകളിലൂടെയാണ് താരം നന്ദി അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പോസ്റ്റിനൊപ്പം നേര് സിനിമയിലെ തൻ്റെ ഒരു ഫോട്ടോയും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഹൈപ്പില്ലാത്ത പ്രഖ്യാപനവും പോകെ പോകെ സിനിമാ വാർത്തകളിൽ നിറയുകയും ചെയ്ത ചരിത്രമാണ് നേരിൻ്റേത്. തുടർ പരാജയങ്ങൾ നേരിട്ട മോഹൻലാലിന് ചിത്രം വലിയ വിജയം നേടുന്ന കാഴ്ചയാണ് ഇന്നലെ റിലീസ് ദിനത്തിൽ തന്നെ കാണാനായത്. കേരള ബോക്സ് ഓഫീസിൽ റിലീസ് കളക്ഷനിൽ മോഹൻലാലിന് നേര് ഏതാണ്ട് 3 കോടി രൂപയ്ക്ക് അടുത്ത് നേടിയേക്കുമെന്നും തുടക്കത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ മോഹൻലാലിൻ്റെ റിലീസ് ദിവസമായ കളക്ഷൻ പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സ്നാക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം നെറ്റ് മാത്രം 2.80 കോടി രൂപയാണ്. മറ്റൊരു പ്രമുഖ അനലിസ്റ്റുകളായ വാട്ട് ദ ഫസ്റ്റ് സൂചിപ്പിക്കുന്നത് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ റിലീസിന് നേരെ നേടിയത് 2.23 കോടി രൂപയാണ്. മികച്ച റിവ്യൂകൾ ലഭിച്ചതിനാൽ രാത്രി ഷോകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നും അവർ പറയുന്നുണ്ട്. മോഹൻലാൽ വക്കീൽ വേഷത്തിലെത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒന്നാണെന്ന് അഭിപ്രായങ്ങൾ. വക്കീലായ മിന്നും പ്രകടനമാണ് മോഹൻലാൽ ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത്. കഥാപാത്രമായി മാറിയ മോഹൻലാലിനെ കുറേ കാലത്തിന് ശേഷം കാണാൻ കഴിയുന്നു എന്നതാണ് നേരിൻ്റെ പ്രത്യേകത. ആത്മവിശ്വാസമില്ലാത്ത വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രം പിന്നീട് വിജയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നതാണ് നേരിൻ്റെ ആകാംക്ഷ നിറഞ്ഞ ഘടകങ്ങൾ. അനശ്വര രാജനും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത്. അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ കേന്ദ്രസ്ഥാനത്തുള്ളത്. കണ്ണ് കാണാത്ത ഒരു പെൺകുട്ടിയായിട്ടാണ് ചിത്രത്തിൽ അനശ്വര രാജൻ എത്തിയിരിക്കുന്നത്. ജിത്തു ജോസഫും ശാന്തി മായാദേവിയും തിരക്കഥ എഴുതിയ ചിത്രം വൻ ഹൈപ്പോടെ മുന്നേറുകയാണ്.